അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. എന്താണ് പറയുന്നത്? L1, L2 എക്സെട്ര L20 ആർ ഡിസ്റ്റിങ്ക്റ്റ് ലൈൻസുകളാണ്. 20 വ്യത്യസ്ത രേഖകളുണ്ട്. ആൻഡ് യു ആർ ഗിവൺ n equal to 1, 2, 3 to 10. All the lines L2n minus 1 are parallel to each other and all the lines L2n. അപ്പോൾ ഓഡ് സഫിക്സുകളുള്ള, അതായത് L1, L3, L5, L7 എന്ന് പറയുന്ന 10 ലൈൻസുകളും പാരലലാണ്. അപ്പോൾ അവിടെ ശരിക്കും 10 ലൈൻസ് പാരലലും ബാക്കി വരുന്ന 10 ലൈൻസ് കൺകറൻറ്റുമാണ്. എന്ന് വെച്ചാൽ ദേ ഇന്റർസെക്റ്റ് അറ്റ് എ പോയിന്റ് എന്നാണല്ലോ പറയുന്നത്. പാസ് ത്രൂ എ ഗിവൺ പോയിന്റ് പി. കൺകറന്റ് മീൻസ് ഓൾ ഇന്റർസെക്റ്റ് അറ്റ് എ പോയിന്റ്. ഇപ്പൊ നോക്കാം, 20 ലൈൻസ്, ഡിഫറെന്റ് ലൈൻസിൽ 10 എണ്ണം പാരലലാണ്. അവർ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ ബാക്കി വരുന്ന 10 എണ്ണം അത് ഓൾറെഡി ഇന്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇന്റർസെക്ഷൻ ഒന്നേ ഉള്ളൂ. ശരി, pass through a given point P. Then the maximum number of points of intersection of pairs of lines from the set. എങ്കിൽ എത്ര മാക്സിമം ഇന്റർസെക്ഷൻസ് വരാം? മൊത്തം 20 നിന്ന്. അപ്പൊ ഈ പരസ്പരം പാരലൽ ആയവരെ ഇന്റർസെക്ട് ചെയ്യാതുള്ളൂ. അതുപോലെ ഓൾറെഡി ഇന്റർസെക്ട് ചെയ്ത ആൾക്കാരുടെ പിന്നെ ഒരു ഇന്റർസെക്ഷൻ അതിൽ നിന്ന് പെയർ വൈസ് എടുക്കണ്ട. എന്നാൽ എന്ത് സംഭവിക്കാം? പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ അടുത്ത 10 ഏതെങ്കിലും ഒരു ലൈനായിട്ട് ഇന്റർസെക്ട് ചെയ്യാം. പാരലൽ ഗ്രൂപ്പിൽ പെടാത്ത മറ്റേ ഗ്രൂപ്പിൽ ഒരാളായിട്ട് ഇന്റർസെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തെ എങ്ങനെ കാണാം? നമ്മൾ ഈ കണ്ടീഷൻസുകളെല്ലാം അങ്ങോട്ട് സർപ്രസ് ചെയ്ത് വെക്കുക. ഇതൊന്നും ഇല്ലാന്ന് വിചാരിക്കുക. 20 ലൈൻസുകൾ പരമാവധി എത്ര തരത്തിൽ ഇന്റർസെക്ട് ചെയ്യാമോ അതിൽ നിന്നും ഇവിടെ സാധ്യമല്ലാത്ത ഇന്റർസെക്ഷൻസുകൾ കുറച്ചു കഴിഞ്ഞാൽ പിന്നെ സാധിക്കുന്ന ഇന്റർസെക്ഷൻസുകൾ റിമെയിൻ ചെയ്യും. അതായത് നമ്മൾ ഈ പാരലും കൺകറന്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നിട്ട് 20 വ്യത്യസ്ത ലൈൻസുകൾക്ക് പരമാവധി ഇന്റർസെക്ട് ചെയ്യാവുന്നത് എന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷൻ ഓഫ് 2 ലൈൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ 20-ൽ നിന്ന് 2 എത്ര വ്യത്യസ്ത രീതിയിൽ ഇന്റർസെക്ട് ചെയ്യാമോ ചോദിച്ചാൽ 20 C2 വേസിലാണ് മാക്സിമം. പക്ഷെ ഈ 20 C2-നകത്ത് എന്തെല്ലാം ഉണ്ടായിരിക്കുകയില്ല? 10 എണ്ണത്തിലെ 2 എണ്ണം വീതമുള്ള ഇന്റർസെക്ഷൻ ഉണ്ടാവുകയില്ല. 10 എണ്ണത്തിന്റെ കൺകറന്റ് ആയിട്ടുള്ള ഇന്റർസെക്ഷനും ഈ തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യണ്ട, ഈ 2 എണ്ണം വീതമുള്ള. അപ്പൊ 2 തവണ 10 സീറ്റുകൾ കുറയ്ക്കണം. എവിടെ നിന്ന്? 20 C2-ൽ നിന്ന്. പക്ഷെ രണ്ടാമത്തെ 10 C2, അതായത് 10ഉം കൺകറന്റായി നിൽക്കുന്നതിൽ പെയർ വൈസ് ഇന്റർസെക്ഷൻ ഇല്ലാന്നേ ഉള്ളൂ. എല്ലാം കൂടിയുള്ള ഒരു ഇന്റർസെക്ഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എന്തായിരിക്കും വരുന്നത്? ടോട്ടൽ ഇന്റർസെക്ഷൻ നമുക്ക് 20 C2. നോൺ പോസിബിൾ ഇന്റർസെക്ഷൻ അഥവാ ഇംപോസിബിൾ ഇന്റർസെക്ഷൻസ്, ശരിക്കും പെയർ വൈസ് ഇന്റർസെക്ഷൻസ്, പേഴ്സ് ആണ്, പെയർ വൈസ്. ഇംപോസിബിൾ പെയർ വൈസ് ഇന്റർസെക്ഷൻ ഈക്വൽ ടു 10 C2 due to parallel and plus 10 C2 and എന്നല്ല പ്ലസ് മതി, plus 10 C2 due to concurrent. അപ്പൊ ഇമ്പോസിബിൾ ആയ പെയർ വൈസ് ഇന്റർസെക്ഷൻ 10 C2 plus 10 C2, ടോട്ടൽ ഇന്റർസെക്ഷൻ 20 C2. ബട്ട് all 10 lines make an intersection. അതിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. Therefore, what is your answer? Maximum 20 C2 minus 10 C2 minus 10 C2 then plus 1.
ദിസ് ഈസ് ബൈ ഡയറക്റ്റ് കാൽക്കുലേഷൻ. ഐ തിങ്ക് ഇറ്റ് ആൻസർ ഇസ് 101. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ കൺസെപ്റ്റ് ഇതാണ്. നമ്മൾ പാരലും കൺകറന്റ് എല്ലാം മറന്ന് ആകെ 20 ലൈൻ പെയർ വൈസ് എത്ര? പെയർ വൈസ് പറയുമ്പോൾ 2 ആൾക്കാർ എടുക്കുക, അത്രയാണ്. അപ്പോൾ പെയർ വൈസ് ഇന്റർസെക്ട് ചെയ്യുക 20 C2 ആണ്. അതിൽ 10ൽ നിന്നുള്ള പെയർ വൈസ് എന്തായാലും ഒഴിവാക്കണം, കാരണം ദേ ആർ പാരലൽ. അതുകൊണ്ട് -10 C2. വീണ്ടുമുള്ള 10 എണ്ണം മൊത്തത്തിലാണ് ഒറ്റ സ്ഥലത്ത് ഇന്റർസെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ പെയർ വൈസും ഒഴിവാക്കണം. അപ്പോൾ എന്നിട്ടോ 10ഉം ഒന്നിച്ച് ഇന്റർസെക്ട് ചെയ്ത ഒരു ഇന്റർസെക്ഷൻ നമ്മൾ പരിഗണിക്കണം. ആ ഇന്റർസെക്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? +1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ what you get is 20 C2 minus 10 C2, 10 C2 plus 1. You are getting 101 is the answer. So പ്രോബ്ലത്തിന് നമുക്ക് 101 എന്ന് വിളിക്കാം. ആ സിംഗിൾ ഇന്റർസെക്ഷൻ ഒന്ന് കൂട്ടാൻ കാരണം ഈ ഇന്റർസെക്ഷനിലൂടെ 10 എണ്ണത്തിന് നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. കാരണം അതിലേതെങ്കിലും ഒരു ലൈനേ കടന്നു പോകാൻ പറ്റുള്ളൂ. വേറൊരു ലൈനും പാരലായിട്ട് കടന്നു പോയാൽ പിന്നെ ദേ ആർ നോട്ട് പാരലൽ. സോ ദ പോസിബിൾ മാക്സിമം ഇന്റർസെക്ഷൻ ഇതായിരിക്കും 20 C2 minus 10 C2 minus 10 C2 plus 1. So 101 is the answer. 101 എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻറ്റിജർ.